പോയി കണി കാണ്. ചെല്ല്. തൊഴുതു. മോനെ, കൈനീട്ടം. നിനക്ക് ഞാൻ എല്ലാ വിഷുവിനും തരാറുള്ള കൈനീട്ടം. എഴുന്നേക്കണം. നന്നായി വരും. അമ്മ ഇതമ്മ വിഷുക്കോടിയും കൈനീട്ടും. ഇതമ്മ അമ്പിളി, നിനക്കും ലച്ചുമോൾക്കുള്ള വിഷുക്കോടിയാ. വാങ്ങിക്കും മോളെ, വാങ്ങിക്കേ. ചേച്ചി ഒന്ന് വാങ്ങിക്കേ. ലച്ചുമോളുടെ കയ്യിൽ കൊടുത്താ മതി. ചേച്ചി വാ മോളെ. രഘുവേട്ടാ, മോൾക്ക് കൊടുക്കാം. ഇതാ കൊടുത്തേ. മോളെ, ദേ ഈ വിഷുക്കോടി അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കേ. ലച്ചുമോളെ, ദേ വിഷുക്കോടി. ദേ കൈനീട്ടം വേണ്ടേ? കൈനീട്ടം വാങ്ങിക്കേ. വാങ്ങിച്ച മോളെ. അച്ഛൻ്റെ ഉമ്മാന്നെ. മക്കളെ വാ. നമുക്ക് വിഷു അടിച്ചു വിളിക്കണ്ടേ? കോടി വരട്ടെ. അതെ, അവനും കൊടുക്ക്. കൈ മേടിക്കാം. അനു, ദേ കൊടുക്ക്. ചീരന്റെ കുഞ്ഞുങ്ങൾക്കുള്ളതും ഇതിലുണ്ട് കേട്ടോ. ലച്ചു, സന്തോഷമായോ നിനക്ക്? മുത്തച്ഛനും തരൂ പൈസ. വെച്ചുമോനും കിട്ടിയല്ലോ. പൈസ 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 കളയും കുട്ടികള്. മേടിക്കും. അത് കളയല്ലേ, ഇങ്ങതാ ഞാൻ പിടിക്കാം. കുഞ്ഞമ്മേ, കൈനീട്ടം. ഇങ്ങനെയൊരു വിഷു കുഞ്ഞമ്മയ്ക്കുണ്ടാവുമെന്ന് തീരെ പ്രതീക്ഷിച്ചതല്ല. വർഷങ്ങളായി കണിയും കൈനീട്ടവും ഒന്നുമില്ലാതെ കഴിയുന്നവളല്ലേ ഞാൻ. കുഞ്ഞമ്മ ഞാനിവിടെ പിടിച്ചു നിർത്തിയത് എന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി എല്ലാ വിഷുവിനും ഓണത്തിനും കുഞ്ഞമ്മ ഇങ്ങോട്ട് വന്നാ മതി. എന്തിനാ സത്യ ഓണവും വിഷുവൊക്കെ ആക്കുന്നേ? കുഞ്ഞമ്മ സ്ഥിരമായി ഇവിടെ നിൽക്കട്ടെ. ആ ഹർഷയുടെ വീട്ടിൽ നിൽക്കുന്നതിൽ നല്ലല്ലേ? കുഞ്ഞമ്മ അവിടെ നിൽക്കുന്ന ശമ്പളത്തിന് അത് ശമ്പളത്തിന് കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിലും ഞാനിവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന എന്തിനാ? നിങ്ങൾക്കിവിടെ നിങ്ങളുടെ അമ്മയില്ലേ? മോനെ സത്യ, അമ്മയ്ക്ക് വിഷുക്കോടിയും വിഷു കൈനീട്ടവും കൊടുക്കടാ.
അതൊക്കെ എല്ലാ വർഷവും കൊടുക്കുന്നതാ കുഞ്ഞമ്മേ.